CPM പ്രതിനിധി ഡി സുരേഷ് കുമാർ എത്തിയിട്ടുണ്ട്. ശ്രീ ഡി സുരേഷ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ എന്ന SIT പറയുന്ന പത്മകുമാറിനെ ഇപ്പോഴും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങൾ തുടരാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം നടന്നു വരുന്ന സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA ശ്രീ പത്മകുമാറിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ഇതിലെടുക്കുന്ന നടപടിയെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ ശബരിമല സ്വർണ്ണ തിരിമറിയുമായി ബന്ധപ്പെട്ട് പ്രതികളാക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ അവധാനതയോടുകൂടി പ്രവർത്തിക്കാത്ത ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നാലും ശരി, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ സർക്കാരിൻ്റെയോ യാതൊരുവിധ പിന്തുണയും അവർക്ക് ഉണ്ടാകില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അല്ല, അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഘടകത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ ശ്രീ ഡി സുരേഷ് കുമാർ. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഘടകത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ അർത്ഥശങ്കയുണ്ട്, ഒരുപാട് അർത്ഥശങ്കയുണ്ട്. കാരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടി അത് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നു. അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് അത് കേസ് ഹൈക്കോടതിയുടെ മുന്നിലാണ് ഉള്ളത്. ഇതൊക്കെ ഇത്രയും വാചകങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പത്മകുമാറിനൊപ്പമാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. കുറ്റാരോപിതൻ മാത്രമാണല്ലോ, അത് സാങ്കേതികാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ സാങ്കേതികമായിട്ട് മാത്രമാണോ നിങ്ങൾ സ്വർണ്ണക്കൊള്ളയെ കാണുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? നോക്കൂ സ്മൃതി, ഇവിടെ അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യേണ്ട. എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയാനുള്ള അവസരമുണ്ടാകണം. അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം കുറ്റാരോപിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ചർച്ചയിൽ എരിവും പുളിവും ചേർക്കുന്നതിന് വേണ്ടി ഇതിനെ പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം, ചോദിക്കുന്ന ആങ്കർക്കും അറിയാം. ഇതിനെ സംബന്ധിച്ച് അടിവരയിട്ട് തെളിയിക്കപ്പെടുന്നത് ഈ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നിസ്സംശയം അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം തെളിയിക്കപ്പെടുമ്പോഴാണ് അവർ കുറ്റവാളികളായി മാറുന്നത്. ഇത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും ഏതൊരു ആളിനും അറിയാവുന്ന കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഇനിയൊരു വലിച്ചു നീട്ടലിന്റെ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ശ്രീ ഡി സുരേഷ് കുമാർ, SITയുടെ കണ്ടെത്തൽ നിങ്ങൾ ശരിയെന്ന് കരുതുന്നില്ല എന്നാണോ? SITയുടെ കണ്ടെത്തൽ തെറ്റാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം കോടതിയുടെ നിർദ്ദേശാനുസരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വന്ന വിവരങ്ങളോടുള്ള പാർട്ടി നിലപാട് എന്താണ് ശ്രീ ഡി സുരേഷ് കുമാർ? വന്ന വിവരങ്ങൾ പത്മകുമാറാണ് മുഖ്യ സൂത്രധാരൻ എന്നുള്ളതാണ്. അല്ലല്ല, പത്മകുമാറിന്റെ കൈപ്പടയിൽ എഴുതിയ രേഖ പത്മകുമാറാണ് അത് ചെമ്പുപാളി എന്നാക്കി എഴുതിയത് എന്ന രേഖയടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തു വന്നിട്ടും ഇനി നിങ്ങൾ ഏത് രേഖയ്ക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? അതെ, അത് എഴുതാൻ അത് ഞാൻ പറയട്ടെ. അത് എഴുതാനിടയായ സാഹചര്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം ഒരിക്കലും CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയിൽ. പക്ഷേ നിലവിൽ നിങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ശ്രീ ഡി സുരേഷ് കുമാർ ചോദ്യം. ഞാൻ പറയട്ടെ, ഞാൻ എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. അങ്ങനെ പറയുമ്പോൾ അങ്ങേക്ക് തന്നെയാണ് അവസരം, അങ്ങേക്ക് തന്നെയാണ് പറയാനുള്ള സമയം. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വ്യാകുലത?
നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ഒരാളെ നടപടിയെടുക്കണമെന്ന് തിട്ടൂരം നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിന് പ്രകാരം മാത്രമേ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ പാർട്ടികളിൽ ആരും തന്നെ നടപടികളിലേക്ക് പോയിട്ടില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കൊള്ളക്കാരെന്നാണ്, CPM കൊള്ളക്കാരെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ വലിയ കൊള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് നടന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഴുവൻ കോൺഗ്രസ്സുകാരും കൊള്ളക്കാരായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് BJPയുമായിട്ടൊരു സഖ്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. BJPയുമായി സഖ്യമുള്ളത് താങ്കളുടെ നേതാവിനാണ്. താങ്കളുടെ നേതാവ് വളരെ പല ഘട്ടങ്ങളിലായി RSS ചാഹയ്ക്ക് കാവൽ നിന്നതും ഇനി BJPയിൽ പോകാൻ എനിക്ക് ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞത് താങ്കളെ കൂടെ സാക്ഷി നിർത്തിക്കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പൈതൃകം പേറുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ മേൽ ഇത്തരം ആരോപണം ചൊരിയുന്നത് ഒരു രസാവഹമായി ചിലപ്പോൾ തോന്നിയേക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ കൊള്ള അവിടെ വേറെ നടന്നിട്ടുണ്ടോ? അതൊന്ന് പറയാമോ? ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ കൊള്ള നടന്നിട്ടുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പുറത്തു വരട്ടെ. അതിനു മുൻപ് പാത്രം കുംഭകോണം നടന്നില്ലേ? ഏകദേശം പാത്രം കുംഭകോണത്തിൽ ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തിയാണ്. നിങ്ങളുടെ ഭരണം 9ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞു പോലെ ശ്രീ സുരേഷ് കുമാർ, ഞാൻ ചോദിക്കുന്നത് സ്വർണ്ണപ്പാളി മോഷണവും പാത്രമോഷണവും തമ്മിൽ എന്ത് താരതമ്യം എന്നൊന്ന് അങ്ങ് പറയാമോ? പാത്രമോഷണമല്ല. കൊടിമര ശാസ്താ ക്ഷേത്രത്തിൽ കൊടിമരം പൂച്ചിയതുമായി ബന്ധപ്പെട്ട് 4.5 കിലോ സ്വർണം UDF കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ, ദേവസ്വം ബോർഡ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രം വാങ്ങി എന്ന വ്യാജ ബില്ല് ഹാജരാക്കി 1,83,00,000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. 1 രൂപയായിരുന്നാലും ശരി, നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് പറയുന്നു. ശബരിമലയിൽ നിന്ന് വിശ്വാസികളുടെ 1 രൂപയായിരുന്നാലും ശരി മോഷ്ടിക്കപ്പെട്ടത് മോഷണമാണ്. അത് ചെറിയ മോഷണവും ഇത് വലിയ മോഷണവും എന്നുള്ള സർട്ടിഫിക്കറ്റ് സ്മൃതി നൽകേണ്ട കാര്യമല്ല. സ്മൃതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ചർച്ചയെ നിഷ്പക്ഷതയോടുകൂടി നയിക്കുക എന്നുള്ളതാണ്. അവിടെ വലിയ മോഷണം ഏതാണ്, ചെറിയ മോഷണം ഏതാണെന്നുള്ള നിഷ്പക്ഷതയിൽ പൊതിഞ്ഞ പക്ഷപാതിത്വം ഈ ചർച്ചയ്ക്കകത്ത് കാണിക്കേണ്ടുന്ന കാര്യമില്ല. ശ്രീ D. സുരേഷ് കുമാർ, ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങ് ജോലിയൊന്നും പഠിപ്പിക്കേണ്ടതില്ല. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ഈ കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകൂ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൗരവം പാത്രക്കൊള്ള പോലെയാണെങ്കിൽ ഇവിടെ ഒരു മിനിറ്റ് എന്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കില്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു, SIT രൂപീകരിക്കുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. കോടതി ഇടയ്ക്കിടയ്ക്ക് ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്, ചില ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലേക്കാണ് ഈ അന്വേഷണം പോയിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. SITയുടെ കണ്ടെത്തലിൽ പത്മകുമാർ, നിങ്ങളുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, 42 വർഷമായി അവിടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന നിങ്ങളുടെ പത്തനംതിട്ടയിലെ സഖാവ്, ആ സഖാവാണ് മുഖ്യ ആസൂത്രകൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ് സമയമായിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ഉചിതമായ സമയം എപ്പോഴാണ്? നിങ്ങൾക്കിതിൽ നിലപാടെടുക്കുന്നതിൽ എന്താണ് തടസ്സം? ഇപ്പോൾ വരുന്ന വാർത്ത നോക്കൂ, ഇപ്പോൾ പോകുന്ന ബ്രേക്കിംഗ് നോക്കൂ. കടകംപള്ളിയുടെ മൊഴിയെടുക്കും. എന്തുകൊണ്ട് കടകംപള്ളിയുടെ മൊഴിയെടുക്കുന്നു? ഈ പോറ്റി, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ 1ാം പ്രതി സ്വർണ്ണപ്പാളി നന്നാക്കാൻ ആദ്യം സമീപിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളിക്കാണ് ആദ്യമായി ഈ കാര്യം ആവശ്യപ്പെടുന്നത്. കടകംപള്ളിയാണ് ഇതിൽ ശുപാർശ നൽകിയതെന്നാണ് പത്മകുമാറിന്റെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയുടെ മൊഴി എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ഇത് പത്മകുമാറിൽ നിൽക്കില്ല. നിങ്ങളുടെ സഖാക്കൾ വാസു, അത് കഴിഞ്ഞതായിപ്പോൾ പത്മകുമാർ, അടുത്തത് കടകംപള്ളിയാണോ എന്ന ചോദ്യം ഉയരുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ശ്രീ D. സുരേഷ് കുമാർ, ഇനി അങ്ങ് പറയൂ. കഴിഞ്ഞോ സ്മൃതി? താങ്കളുടെ ചോദ്യത്തിൽ ഞാൻ കാണിച്ച ആ സഹിഷ്ണുതയുണ്ടല്ലോ, അത് ഞാൻ ഉത്തരം പറയുമ്പോഴും താങ്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കളുടെ ഉത്തരവാദിത്വം, ഈ ചർച്ചയിലെ ഉത്തരവാദിത്വം ഞാൻ പഠിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനകത്ത് ചെറിയ മോഷണവും വലിയ മോഷണവുമില്ല. തെഫ്റ്റ് എല്ലായ്പ്പോഴും എവിടെയും തെഫ്റ്റാണ്. അത് ഏത് കാലമായാലും തെഫ്റ്റാണ്. ആ തെഫ്റ്റിനെ ചില കാര്യങ്ങളെ പവിത്രവൽക്കരിക്കാനും ചില കാര്യങ്ങളെ വല്ലാത്ത നിലയിൽ എക്സാഗ്രേറ്റ് ചെയ്യാനും ആങ്കർക്ക് പ്രത്യേക അവകാശവും അധികാരവും ഈ ചർച്ചയിലില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ താങ്കളുടെ ഉത്തരവാദിത്തം പഠിപ്പിക്കൽ എൻ്റെ കർമ്മമോ ധർമ്മമോ അല്ല എന്നുള്ളത് ഞാൻ താങ്കളെ വിനയപൂർവ്വം അറിയിക്കട്ടെ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇവിടെ UDFിൻ്റെ കാലത്ത് നടന്ന മോഷണങ്ങൾ പവിത്രവൽക്കരിക്കപ്പെടുകയാണ്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ
ഇവിടെ നടന്നിട്ടുള്ള സ്വർണ്ണ തിരിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തുടർന്ന് ഇതിനകത്ത് പല ആളുകളും ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകാം, ചിലപ്പോൾ അറസ്റ്റുകൾ നടന്നേക്കാം. ഒരു കാര്യം ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു, ഈ അന്വേഷണത്തിന് പരിധി നിശ്ചയിക്കാൻ സർക്കാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ യാതൊരു തരത്തിലും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താനും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്തെ പ്രശ്നം എന്താണ്? ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറസ്റ്റ് നടക്കുമ്പോൾ അത് കൊള്ളാം. അറസ്റ്റ് നല്ല നിലയിലാണ്, ഈ അന്വേഷണം നല്ല നിലയിലാണ് നടക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശ്വാസ്യതയുടെ പാരമ്യതയിലേക്ക് നിങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആകെ ഫ്ലോപ്പാണ്. ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇതാകെ മോശമാണെന്നുള്ള നിലയിൽ ഒരു പ്രതിനിധി പറഞ്ഞു. അത് ഈ ഫ്ലോറിലല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ചൊരിയുന്നത് മുഖ്യമന്ത്രിയുടെ മേൽ, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മേൽ, അന്നത്തെ ആയിരുന്നാലും ഇന്നത്തെ ആയിരുന്നാലും ശരി, അവരോടൊപ്പം നിന്നപ്പോൾ കൊള്ളാമായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിരുന്ന പ്രശാന്ത് ഇന്ന് കാട്ടുകളനാണ്. പണ്ടേ കള്ളനായിരുന്നു എന്നാണ് റിജിൽ മാക്കുറ്റി ഇവിടെ സൂചിപ്പിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങളോടൊപ്പം നിന്നപ്പോൾ ചിലപ്പോൾ ചില ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആ ഒരു സംഘടനയുടെ ആ രീതി അനുസരിച്ചാണ് നിങ്ങൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ പ്രശാന്തിന് മേൽ ചൊരിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വളരെ സത്യസന്ധമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ആളാണ് ശ്രീ പ്രശാന്ത്. അത്തരം ആളുകളെ സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളുടെയോ മറ്റേതെങ്കിലും അടിസ്ഥാനമോ ഇല്ലാതെ ഇവിടെ വന്നിരുന്ന ഇത്തരം ഒരു ചാനൽ ഫ്ലോറിൽ തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിലുള്ള ഇത്തരം ആരോപണങ്ങൾ ചൊരിയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിന് കഴിയും. പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്തിനെ കള്ളനെന്നൊന്നും വിളിക്കാനുള്ള സാഹചര്യമില്ല എങ്കിൽ കൂടി ഒരു മിനിറ്റ് ഞാൻ അങ്ങയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഞാൻ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു മിനിറ്റ് അങ്ങ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളതാണ്. പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞു പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പറയുന്ന ഈ പാളി കട്ട ആളുമായിട്ട് വീണ്ടും അയാൾക്കെതിരെ സംശയങ്ങൾ ഉയർന്നിട്ടും അയാളുമായിട്ട് തന്നെ വീണ്ടും അയാൾക്ക് തന്നെ അത് വീണ്ടും നന്നാക്കാൻ കൊടുത്തു എന്നടക്കമുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്ക് പറയാനുള്ള വേഗം പറയാം, ഇടവേളയിലേക്ക് പോകണം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ നോക്കി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വി ഡി സതീശൻ മുതൽ ഇങ്ങേയറ്റം റിജിൽ മാക്കുറ്റി വരെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു സമ്പന്നൻ, അതിസമ്പന്നന് ഇവിടുത്തെ പാളി ഇളക്കി വിറ്റിട്ടുണ്ട്, അവിടുത്തെ കവാടം ഇളക്കി വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകത്ത് അത് കേരളത്തിൻ്റെ ജനങ്ങളെ മുമ്പ് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ ഒരു അതിസമ്പന്നന് വിറ്റിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തോട് പറയാൻ ഉത്തരവാദിത്വമല്ലേ? കേരളത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവല്ലേ? നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവ് പാർട്ടിയുടെ 2 പ്രധാന നേതാക്കൾ അഴിക്കുള്ളിൽ കിടക്കുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യ സൂത്രധാരനായി പാർട്ടിയുടെ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുമ്പോഴാണ് താങ്കൾ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രസക്തമായ കാര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.